ചൂരൽമലയിൽ വലിയ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ടെന്നറിഞ്ഞ ആളാണ് ചൂരൽമല സ്വദേശിയായ കിഴക്കേപ്പറമ്പിൽ KM വിനോദ്. കാരണം വിനോദിന് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ കാരണം താൻ വളർത്തുന്ന കിങ്ങിണി എന്ന് പേരുള്ള തൻ്റെ അരുമയായ തത്തയാണ്. വിനോദിൻ്റെ തത്തയെപ്പോലുള്ളവർ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിരുന്നു. പട്ടികളൊക്കെ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. ആനകൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും പതിവില്ലാതെ കൂട്ടത്തോടെയായിരുന്നു. അത്തരത്തിൽ മൃഗങ്ങൾ മനുഷ്യന് സൂചന നൽകിയിരുന്നു. എന്നാൽ അധികമാർക്കും ഇത് മനസ്സിലാക്കാനായില്ല എന്നതാണ് സത്യം. വിനോദിൻ്റെ കുടുംബം പ്രളയത്തിൽ നിന്നും നല്ല രീതിയിലാണ് രക്ഷപ്പെട്ടത്. കനത്ത മഴയെ തുടർന്നുണ്ടായ ഭീതിയിൽ ഉരുൾപൊട്ടലിൻ്റെ തലേന്ന് വൈകിട്ട് വിനോദും കുടുംബവും കോളനി റോട്ടിൽ താമസിക്കുന്ന സഹോദരിയായ നന്ദയുടെ വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. കൂടെ കിങ്ങിണിയെയും കൂടെ കൂട്ടി. വിനോദ് പുലർച്ചെ രണ്ടാം ഉരുൾപൊട്ടലിന് തൊട്ട് മുമ്പേ വിനോദും ഉറങ്ങുകയായിരുന്നു. ഒച്ചയുണ്ടാക്കാൻ തുടങ്ങിയതായി വിനോദ് പറയുന്നു. തൂവലുകൾ പറിഞ്ഞു പോരും വിധം കൂടിൻ്റെ ഇരുമ്പ് കമ്പികളിൽ വന്ന് ഇടിക്കുകയായിരുന്നു. നല്ല രീതിയിൽ ഒച്ചയുണ്ടാക്കാനും തുടങ്ങി. അത് കണ്ട വിനോദിന് അപായ സൂചനയായി തോന്നുകയായിരുന്നു എന്നാണ് വിനോദ് പറയുന്നത്. ചൂരൽമലയിലെ സ്ഥിതി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിൽ എന്തോ പന്തികേടുണ്ടെന്ന് താൻ മനസ്സിലാക്കിയെന്നും വിനോദ് പറയുന്നു. ഉടനെ ചൂരൽമലയിലെ അയൽവാസികളായ ജിജിൻ, പ്രശാന്ത്, അഷ്കർ എന്നിവരെ വിളിക്കുകയായിരുന്നു. ഫോണെടുക്കാൻ ഉണർന്നപ്പോൾ അവർ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ചളിവെള്ളം ഒലിച്ചു വരുന്നതായി കാണുന്നത്. ഉടനെ തന്നെ അവർ അവിടെ നിന്നും മാറി എന്നാണ് വിനോദ് പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത് ഇവളാണ്. വിനോദിൻ്റെയും ഷിജിയുടെയും വീട് പൂർണ്ണമായും തകർന്നു. അഷ്കറിൻ്റെയും പ്രശാന്തിൻ്റെയും വീട് പകുതിയും നശിച്ചു. ഇപ്പോൾ അവർ മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഇപ്പോൾ വിനോദും കുടുംബവും.